നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം എല്ലാവരും അടുത്തു വന്നിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് ദൈവത്തിന് പ്രീതികരമാവണ്ണം ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യോനായുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അകൃത്യത്തിൽ കഴിഞ്ഞിരുന്നതായ ഒരു ജനം ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിലേക്കായി ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവരെ വലിയ ഒരു വിപത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അതുകൊണ്ട് നാം ഈ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലോകത്തിൻ്റെ തിന്മപ്രവൃത്തികളോട് അനുരൂപപ്പെട്ടു പോകാതെ ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഇടയാക്കിയാണ്. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും എന്ത് ലക്ഷ്യത്തിലേക്കാണോ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ പ്രീതികരമാവണ്ണം ജീവിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ദൈവം നമ്മെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനപ്രഘോഷണത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഏഴംകുളം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ സഹവികാരിയായിരിക്കുന്ന എത്രയും സ്നേഹമുള്ള എബിനച്ചനാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുവാനായിട്ട് കിട്ടിയിരിക്കുന്നതായ അവസരം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അച്ഛനെ സന്തോഷത്തോടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വചനപ്രഘോഷണത്തിനായിട്ട് അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട സാബുവച്ചൻ, പ്രിയപ്പെട്ട പ്രിൻസച്ചൻ, സഞ്ജയ് അച്ഛൻ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധമായ 3 നോയമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നെടുനോയമ്പിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ തിരുമുമ്പാകെ ആയിരിക്കുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ചതായിട്ടുള്ള അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ദൈവവചന ധ്യാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നമ്മളെ തന്നെ അർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവം തൻ്റെ ആലോചനകൾ നമുക്ക് പകർന്നു നൽകുന്ന നിമിഷങ്ങളാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ 3 നോയമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, 3 നോയമ്പ് അനുതാപത്തിൻ്റെ നോയമ്പാണ്, മടങ്ങിവരവിൻ്റെ നോയമ്പാണ്, മാനസാന്തരത്തിൻ്റെ നോയമ്പാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു നോയമ്പാണ്. അച്ഛനാമുഖ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം ഓരോ നോയമ്പും. യോന പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെയും മാനസാന്തരമുണ്ട്, അനുതാപമുണ്ട്. നിനവേക്കാരുടെ അനുതാപമല്ല, നിനവേക്കാരുടെ മാനസാന്തരം മാത്രമല്ല അവിടെ നടക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ പ്രവാചകനായ യോന പ്രവാചകന്റെ ജീവിതത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസാന്തരം നടക്കുന്നത്. നാം എപ്പോഴും ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്, ഞാൻ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതാണ്, കർത്താവിന്റെ തിരുശരീരവും രക്തവും അനുഭവിക്കുന്നതാണ്. എനിക്ക് ഈ മാനസാന്തരത്തിന്റെയോ എനിക്ക് ഈ രൂപാന്തരത്തിന്റെയോ അനുതാപത്തിന്റെയോ ആവശ്യം എനിക്കില്ല. പിന്നെ ആർക്കാ ഉള്ളത്? എൻ്റെ സഹോദരന്, എൻ്റെ അയൽവാസിക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ് ഇതിൻ്റെ ഒരു ആവശ്യം. നമ്മൾ ആലോചിച്ച് നോക്കണം, യോന പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ആർക്കായിരുന്നു മാനസാന്തരത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകത? യോന പ്രവാചകനായി. യോന പ്രവാചകന് നൽകിയിരിക്കുന്ന സന്ദേശം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനുള്ള സന്ദേശമായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയത്. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നേരത്തെ അറിയാതെ നീ ആരാ, നീ കരുണയുള്ളവനാണ്, നീ മനസ്സലിവുള്ളവനാണ്, നീ എന്തോ ചെയ്യും, നീ
നീ ക്ഷമിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാറുണ്ട്. ഈ ദൗത്യം ഏറ്റെടുത്ത് ഞാൻ അവിടെ പോയി പറഞ്ഞിരുന്നെങ്കിൽ ആദ്യം ഞാൻ ആരായിപ്പോയെന്ന്, ഞാൻ വെറും മണ്ടൻ ആയിപ്പോയി. എനിക്കിതൊക്കെ നേരത്തെ അറിയാം. നിന്നോട് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ, അനുതാപത്തോടു കൂടി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, നീ തീർച്ചയായിട്ടും അവർക്ക് വരുത്തുവാനിരിക്കുന്ന ഈ വലിയ കോപത്തിൽ നിന്ന് നീ പിന്മാറും. യോനാ പ്രവാചകൻ ചിന്തിച്ചത് എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനായിട്ടുള്ള സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം, എപ്പോഴും നമുക്ക് പ്രീതികരമായിട്ടുള്ള സന്ദേശമായിരിക്കത്തില്ല ലഭിക്കുന്നത്. നമുക്ക് കഷ്ടതകളുടെ സന്ദേശമായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത്, ചിലപ്പോൾ പ്രതിസന്ധികളുടെ സന്ദേശമായിരിക്കും ലഭിക്കുന്നത്. സന്ദേശവും ദൈവത്തിന്റെ ആലോചന എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? പോരായ്മകൾ ഉണ്ട്, കുറവുകൾ ഉണ്ട്. ആ കുറവുകൾ പരിഹരിക്കപ്പെടണം. ഈ കുറവുകൾ പരിഹരിക്കപ്പെടുമ്പോഴാണ്, ഈ കുറവുകളെ തിരിച്ചറിയുമ്പോഴാണ്, ഞാൻ ആരാണെന്നുള്ള അവസ്ഥ എനിക്ക് തന്നെ ബോധ്യമായി തീരുമ്പോഴാണ് അനുതാപം എന്ന പ്രക്രിയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉടലെടുക്കുന്നത്. ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് മുൻപാകെ ഇരുന്നു കഴിഞ്ഞാൽ അനുതാപവും നടക്കത്തില്ല, ദൈവം തമ്പുരാൻ നമ്മോട് സംസാരിക്കത്തില്ല. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ലെബനീസ് എഴുത്തുകാരൻ സാഹിത്യ ലോകത്തിന് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു നാമമാണ്. അദ്ദേഹത്തിന്റെ പല പ്രശസ്തമായ കൃതികളുണ്ട്. അതിലൊരു പ്രശസ്തമായിട്ടുള്ള കഥകളുടെ സമാഹാരമാണ് ദ വണ്ടറർ എന്ന് പറയുന്നത്, അതായത് അലഞ്ഞ് തിരഞ്ഞ് നടക്കുന്നവർ. അതിൽ അദ്ദേഹം 3 ഗിഫ്റ്റ്സ്, അതായത് 3 സമ്മാനങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ കഥ ആ സമാഹാരത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ബച്ചാവൻ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമുണ്ട്. ആ പട്ടണത്തിൽ വളരെ അനുഗ്രഹീതനായിട്ടുള്ള, ജനസമ്മതനായിട്ടുള്ള ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. വളരെ സൗമ്യനായിട്ടുള്ള ഒരു രാജകുമാരൻ, ബുദ്ധിമാനായിട്ടുള്ള ഒരു രാജകുമാരൻ. ഈ രാജകുമാരനെ എല്ലാവർക്കും ഇഷ്ടമായി. എന്നാൽ ആ ഗ്രാമത്തിൽ, ആ പട്ടണത്തിൽ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു. ഈ ദരിദ്രനായിട്ടുള്ള വ്യക്തിയോ അവന്റെ അസൂയ മൂലം, അവന്റെ കണ്ണുകടി മൂലം അവൻ ഈ രാജാവിനെ കുറിച്ച് ദുഷിച്ചു മാത്രം പറയുവാനായിട്ട് നേരമുണ്ടായിരുന്നു. രാജാവ് എന്ത് നല്ലത് ചെയ്താലും, അല്ലെങ്കിൽ രാജാവിനെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് മാത്രം പറയുമ്പോൾ, ഈ വ്യക്തി മാത്രം, ദരിദ്രനായിട്ടുള്ള വ്യക്തി മാത്രം ഈ രാജകുമാരനെ കുറിച്ച് ദുഷിച്ചു മാത്രം പറഞ്ഞു. ഇത് രാജകുമാരന്റെ സന്നിധിയിൽ എത്തി. രാജകുമാരൻ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ സംഭാഷണങ്ങളൊക്കെ, അവന്റെ ജീവിത ക്രമീകരണങ്ങളൊക്കെ വളരെ പേഷ്യന്റ് ആയിട്ട്, ഒന്നും തന്നെ പറയാതെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്റെ സേവകനെ വിളിച്ചിട്ട് ഈ ദരിദ്രന്റെ അടുക്കിലേക്ക് 3 സമ്മാനങ്ങൾ അദ്ദേഹം കൊടുത്തയച്ചു. ഒന്നാമതായി ഒരു ചാക്ക് ധാന്യം, ഒരു നല്ല സോപ്പ്, ഒരു പഞ്ചസാര, ഒരു ചാക്ക് പഞ്ചസാര. ഈ 3 സമ്മാനങ്ങൾ, ഒരു ചാക്ക് ധാന്യം, ഒരു സോപ്പ്, ഒരു ചാക്ക് പഞ്ചസാര, ഈ 3 ഈ ഭൃത്യന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഇത് നീ ദരിദ്രന് സമ്മാനമായിട്ട് നൽകണം. ദരിദ്രൻ വളരെ ആഹ്ലാദത്തോടുകൂടി, അതിലേറെ വലിയ അഹങ്കാരത്തോടുകൂടി ഈ സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് മനസ്സിൽ തന്നെ ചിന്തിക്കുകയാണ്, കണ്ടോ, രാജാവ് എന്റെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി, എന്റെ സമ്മതം നേടുവാൻ വേണ്ടി രാജാവ് എന്നെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹം, ഈ ദരിദ്രനായിട്ടുള്ള വ്യക്തി, അവിടുത്തെ മുഖ്യ പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ദേ കണ്ടില്ലേ, രാജാവ് എനിക്ക് സമ്മാനങ്ങളൊക്കെ അയച്ചിരിക്കുന്നു. രാജാവിന് എന്റെ പ്രീതിയും സമ്പാദിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ മുഖ്യ പുരോഹിതൻ പുഞ്ചിരിയോടുകൂടി ചിരിച്ചുകൊണ്ട് ഈ ദരിദ്രന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, രാജകുമാരൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രതീകാത്മകമായിട്ടാണ്.
പ്രതീകാത്മകമായിട്ട് രാജകുമാരന് നിന്നോട് എന്ത് പറയണമോ അത് ഇപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു ചാക്ക് ധാന്യം എന്ന് പറയുന്നത് നിന്റെ ഒഴിഞ്ഞ വയറിനാണ്. സോപ്പ് എന്ന് പറയുന്നത് നീ ഏറെ ദരിദ്രനായിരിക്കുന്നത് കൊണ്ട് വളരെ നാളുകളായി നിനക്ക് കുളിക്കുവാൻ സാധിക്കാതെ നിന്റെ തൊലിപ്പുറത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചേറിനെ ശുദ്ധീകരിക്കുവാനായിട്ടാണ്. പഞ്ചസാര എന്ന് പറയുന്നത് കൈപ്പേറിയ നിന്റെ നാവിനെ അല്പം കൂടി ഒന്ന് മധുരമുള്ളതാക്കുവാനായിട്ടാണ് ഈ പഞ്ചസാര. ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ ദരിദ്രനായിട്ടുള്ള വ്യക്തി രാജകുമാരനോടുള്ള ദേഷ്യം കുറഞ്ഞില്ല, പിന്നെയോ ഇത് വ്യാഖ്യാനിച്ച് നൽകിയ മുഖ്യ പുരോഹിതനോട് ദേഷ്യം വർദ്ധിക്കുകയും ചെയ്തു. ഇന്ന് പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇപ്രകാരമാണ്. ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മൾ ഇരിക്കുന്നതും അപ്രകാരമാണ്. ദൈവം എന്നെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവം എന്നെ സമ്മതി നേടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ സന്ദേശങ്ങളൊന്നും തന്നെ എനിക്ക് വേണ്ടിയല്ല, പിന്നെയോ വേറെ ഉള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ സന്ദേശങ്ങളൊക്കെ എന്ന്. കർത്താവിൽ പ്രിയ ദൈവജനമേ, ദൈവം തന്റെ കരുണയിൽ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. ദൈവതമ്പുരാനെ, ഇന്ന് നീ ഞങ്ങൾക്ക് ഒരുക്കുന്നതായിട്ടുള്ള ധാന്യം, ഞങ്ങളുടെ ഒഴിഞ്ഞ വയറിന് നീ നൽകുന്നതായിട്ടുള്ള സോപ്പ്, എൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് നീ നൽകുന്നതായിട്ടുള്ള പഞ്ചസാര എൻ്റെ നാവിനെ കുറച്ചുകൂടി മധുരമുള്ളതാക്കി തീർക്കുന്നതിനുമായിട്ട് നീ സഹായിക്കണം. ഈ പ്രക്രിയകൾ നടക്കുമ്പോഴാണ്, ദൈവം തമ്പുരാൻ നമ്മോട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിൽ അനുതാപത്തിന്റെ അനുഭവം കടന്നു വരുന്നത്, മാനസാന്തരത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത്. നാം എന്തോ വലിയ കാര്യമാണെന്ന് ദൈവ തിരുമുൻപാകെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നമ്മോട് ഒരു സന്ദേശവും തരുവാനായിട്ട്. എന്നാൽ ദൈവം തമ്പുരാനെ, നീ ഇന്ന് ഞാൻ ഒഴിഞ്ഞ വയറുമായിട്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നീ എനിക്ക് ധാന്യം നൽകി എൻ്റെ വയറിന്റെ വിശപ്പിനെ നീ അകറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. ദൈവം തമ്പുരാനെ, വളരെയേറെ മലിനതകൾ നിറഞ്ഞ ഹൃദയവുമായിട്ട് ജീവിതവുമായിട്ട് ഞാൻ നിന്റെ മുൻപാകെ വന്ന് നിൽക്കുന്നു. നീ എനിക്ക് ശുദ്ധീകരണം നീ നൽകി തരണമേ. ദൈവം തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള, എൻ്റെ നാവിൽ കൂടി എൻ്റെ ചിന്തകളിൽ കൂടി വന്നു പോയിട്ടുള്ള കയ്പ് നിറഞ്ഞ ആ അനുഭവങ്ങളെ നീ ഒന്ന് മധുരമുള്ളതാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അല്പസമയം നമുക്ക് ദൈവ വചനത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, അതിന്റെ 5-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ചില വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. അതിന് 1-ാമത്തെ വാക്യം ഇപ്രകാരം: അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. 2-ാമത്തെ വാക്യം: അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. 9-ാമത്തെ വാക്യം: അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും എലീശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്ന് എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. 15-ാമത്തെ വാക്യം: ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നമുക്ക് ഏവർക്കും തന്നെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്.
നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചപ്പോൾ തന്നെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ചില കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. അരാം സേനാധിപതിയായിട്ടുള്ള വളരെ കരുത്തനായിട്ടുള്ള ഒരു വ്യക്തി നയമാൻ, അടിമയായി പിടിച്ചു കൊണ്ടുവന്ന ഒരു ചെറിയ പെൺകുട്ടി, അരാം രാജാവിന്റെ അല്ലെങ്കിൽ നയമാന്റെ സേനാധിപതിയായ നയമാന്റെ ഭൃത്യന്മാരെ കാണുവാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകനായ എലീശായെ കാണുവാനായിട്ട് സാധിക്കും. എലീശായുടെ ഭൃത്യനായിരുന്ന ഗേഹസിയെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്നെയും നിങ്ങളെയും ഏറെ ആകർഷിക്കുന്നതും എനിക്കും നിങ്ങൾക്കും ഏറെ സന്ദേശം നൽകി തരുന്നതും ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ സേനാധിപതിയായിട്ടുള്ള നയമാൻ പിടിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള ഈ ചെറിയ പെൺകുട്ടി ബാലിക. നയമാൻ സേനാധിപതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവനെ മഹാനായിരുന്നു, അവൻ മാന്യനായിരുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. നമുക്കറിയാം, സേനാധിപതി എന്ന് പറയുമ്പോൾ വളരെ ഉന്നതമായിട്ടുള്ള ഉയർന്ന ഒരു പദവി അലങ്കരിക്കുന്നതാണ്. ഈ അരാം രാജ്യത്തിന് ജയമൊക്കെ നൽകി കൊടുത്തത് ആരാണ്? യഹോവയായ ദൈവമാണ് ജയം നൽകി കൊടുത്തത്. നമ്മൾ അന്നേരം ഒരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ടാണ് ഈ ശത്രു രാജ്യത്തിന് യഹോവയായ ദൈവം ജയം നൽകുന്നത്? എന്തുകൊണ്ടാണ് തൻ്റെ സ്വന്തം ജനമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു അന്യദേശത്തിന് അടിമയായിട്ട് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ദൈവം അനുവദിക്കുന്നത്? ഇതിലെല്ലാം ഓരോ സന്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അരാം രാജ്യത്തിന്റെ സേനാധിപതിയായിട്ടുള്ള ഈ അരാം രാജാവിന്റെ സേനാധിപതി പല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ചെറിയ അവന്റെ ഒരു കുറവ് അവിടെ പറയുന്നു. എല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ബട്ട് അവിടെ നൽകുന്നു. അവൻ എന്തോ ആയിരുന്നു? അവൻ കുഷ്ഠരോഗിയായിരുന്നു. മറ്റുള്ളവർ അവനെ കാണുമ്പോൾ, അവന്റെ ദേശത്തിലെ പ്രജകളും അവനെ കാണുമ്പോൾ, അവൻ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ അവന്റെ പുറത്ത് എന്തോ ഉണ്ട്, എല്ലാം മറച്ചു വെച്ചേക്കുമല്ലോ. ജനങ്ങളെ കാണിക്കുവാനായിട്ട് എല്ലാം മറച്ചു വെച്ചേക്കുക. പക്ഷെ ജനങ്ങൾക്കും അറിയാം ഇതെല്ലാം വെറുതെ മൂടി വച്ചിരിക്കുക. അവന്റെ ജീവിതത്തിൽ ഒരു കുറവ് ഉണ്ട്. അവനെ ഭയപ്പെടുന്നത് അവന്റെ ദേശത്തിലെ ജനവും അവന്റെ അണ്ടറിലുള്ള സോൾജിയേഴ്സും അവനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവൻ സേനാധിപതിയായതുകൊണ്ടാണ്. അവരെല്ലാവരും അവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ പറയുന്നു, അവിടുന്ന് വലിയവനാകുന്നു, അവിടുന്ന് മഹാനാകുന്നു, അവിടുന്ന് മാന്യനാകുന്നു. എങ്കിലും പുറകെ അങ്ങോട്ട് മാറി നിന്ന് പറയും, അവൻ ആരാ? അവൻ കുഷ്ഠരോഗിയാണ്, അവൻ അശുദ്ധനാണ്, അവന് കുറവുകളുണ്ട്. ഈ കുറവുകളെല്ലാം അവന്റെ ഈ പൊസിഷനിൽ കൂടി അവൻ മൂടി വെച്ചിരിക്കുകയാണ് എന്ന് പറയും. നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മുടെയും കുറവുകളെ നമ്മൾ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാഹ്യമായിട്ട് വേറെ ഒന്നാണ്, പക്ഷെ ആന്തരികമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നാം വേറെയാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളത്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള മോടികൾ നമ്മൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ആന്തരികമായിട്ടുള്ള ജീവിതത്തെ, ആന്തരികമായിട്ടുള്ള ഹൃദയത്തെ നമ്മൾ എപ്പോഴും നമ്മുടെ കുറവുകളെ നമ്മൾ മൂടി വെച്ചിട്ട് നമ്മളെ തന്നെ മാന്യനും മഹാനുമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുറവുകളെ നമ്മൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെ സൃഷ്ടിച്ചതായിട്ടുള്ള ദൈവത്തിന് നമ്മുടെ കുറവുകളെയും അറിയാം. ആർക്കാണ് ശുദ്ധി നൽകുവാനായിട്ട് സാധിക്കുന്നത്?
നമുക്ക് ശുദ്ധീകരണം നൽകുവാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ എത്ര തന്നെ മറച്ചു വെച്ചാലും നമുക്ക് ശുദ്ധീകരണം നൽകുവാനായിട്ട് സാധിക്കുന്നത് യഹോവയായിട്ടുള്ള ദൈവത്തിന് മാത്രമാണ് ശുദ്ധീകരണം നൽകുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ കുറവുകളെ സമ്മതിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നില്ല. കുറവുകളെ മറച്ചു വെക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. കുറവുകൾ നമുക്ക് മനസ്സിലായാൽ പോലും നമ്മൾ അതിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒതുക്കി മറ്റെന്തോ ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ മുൻപാകെ ഒരു യുവപ്രമാണി കടന്നു വന്നു. ആ യുവപ്രമാണി കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, യേശു കർത്താവ് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടുള്ളത് പറഞ്ഞതെല്ലാം അവൻ പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും ഇല്ല, ഞാൻ എല്ലാ ന്യായപ്രമാണവും പാലിക്കുന്നവനാണ്, ഒരു കുറവും എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കുറവെന്ന് പറയുന്നത് നിന്നെ ഭരിക്കുന്നത് നീ സമ്പാദിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികതയാണ് നിന്നെ ഭരിക്കുന്നത്. ഈ ഭൗതികതയെ നീ വിട്ടുമാറിയില്ലെങ്കിൽ നിനക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. നിന്റെ ശ്രദ്ധ, നിന്റെ ആശ്രയം മുഴുവൻ ഭൗതികതയിലാണ്. ഈ ഭൗതികതയെ നീ വിട്ടുമാറിയില്ലെങ്കിൽ നിനക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. എന്നാൽ ആ കുറവ് അവന് യേശു തമ്പുരാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ കുറവിനെ അംഗീകരിക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും അതെന്തുവാ? അതൊരു കുറവ് അല്ല. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലും യേശു തമ്പുരാൻ പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, അത് പ്രാർത്ഥനയിലൂടെയാവാം, ദൈവവചന ധ്യാനത്തിലൂടെയാവാം, വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുമ്പോഴാവാം, ആരാധനയിൽ കൂടിയാകാം, ശുശ്രൂഷകളിൽ കൂടിയാകാം, ഞാൻ ഭവനത്തിലായിരിക്കുമ്പോഴാകാം, ഞാൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴാകാം, ഞാൻ സഞ്ചരിക്കുമ്പോഴാകാം, ദൈവം തമ്പുരാൻ പല സന്ദർഭങ്ങളിൽ നമ്മോട് സംസാരിക്കുമ്പോൾ, പല കുറവുകളെ നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുമ്പോൾ അത് കുറവുകളല്ല എന്ന് പലപ്പോഴും നമ്മൾ എന്തോ ചെയ്യാറുണ്ട്? നമ്മൾ ധരിക്കാറുണ്ട്. നമ്മൾ പറയും, അതൊന്നും വലിയ കുറവല്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ട്, ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. എന്നാൽ കുറവുകൾ യേശു തമ്പുരാൻ നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ, ഈ യുവപ്രമാണിയും യേശു തമ്പുരാൻ അവന്റെ ജീവിതത്തിൽ കുറവിനെ കാണിച്ചു കൊടുത്തു. പക്ഷെ ആ കുറവിനെ പരിഹരിക്കാതെ അവൻ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് കടന്നുപോയത് നിരാശനായിട്ടാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കടന്നു പോകുന്നത് നമ്മുടെ കുറവുകളെ പരിഹരിച്ചിട്ടാണ്. കുറവുകളെയൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് കാട്ടിത്തരുമ്പോൾ ആ കുറവുകളെ ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് പ്രത്യാശയുള്ളവരായിട്ടാണ്, ആ കുറവിനെ പരിഹരിച്ചിട്ടാണോ മടങ്ങിപ്പോകുന്നത്? അതോ ഈ യുവപ്രമാണിയെ പോലെ നമ്മുടെ കുറവുകളെ അവിടെ തന്നെ വെച്ചിട്ട് നിരാശരായിട്ടാണോ മടങ്ങിപ്പോകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കുറവുകൾ പരിഹരിക്കപ്പെടണം. ദാവീദ് രാജാവിന്റെ ജീവിതത്തെ നമ്മളേറെ ആഴമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദാവീദ് ഈ ലോകം നൽകാവുന്നത് ഏറ്റവും വലിയ പൊസിഷനിൽ എത്തിച്ചേർന്ന വ്യക്തിയാണ്. രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാം അവന്റെ കൈക്കലും, എല്ലാ അധികാരവും ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് അവന്റെ ജീവിതത്തിൽ. ഇനി ഒന്നും തന്നെ അവന് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ടില്ല. എല്ലാം തന്നെ വളരെ അധികം അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒരു കുറവ്, ഒരു തെറ്റ് സംഭവിച്ചു എന്ന് നാഥാൻ പ്രവാചകനിൽ കൂടി ദൈവം തമ്പുരാൻ അവന് ബോധ്യം നൽകിയപ്പോൾ അവൻ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ എന്ന് പറയുകയാണ്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. അവൻ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അവന്റെ ഭൗതികതയിലുള്ള സന്തോഷമല്ല, പിന്നെയോ ദൈവം തമ്പുരാൻ അവന് നൽകിക്കൊണ്ടിരിക്കുന്ന
സന്തോഷത്തിലാണ് അവൻ ആശ്രയം വെച്ചത്. ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയെന്ന് അവന് മനസ്സിലായപ്പോൾ, അവന്റെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചു എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ പറയുവാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ച് നൽകി തരണമേ എന്ന് പറയുകയാണ്. ദാവീദിന് ലോകം നൽകുന്ന സന്തോഷമല്ല നിത്യമായി നിലനിൽക്കുന്നത്, ലോകം നൽകുന്ന സന്തോഷമല്ല അവന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്, പിന്നെയോ ദൈവം നൽകുന്ന സന്തോഷമാണ്. ദൈവം എപ്പോഴാണ് സന്തോഷം നൽകുന്നത്? കുറവുകളെ ഏറ്റുപറയുമ്പോഴാണ് സന്തോഷം ദൈവം തമ്പുരാൻ നമുക്ക്, എനിക്കും നിങ്ങൾക്ക് നൽകി തരുന്നത്. ഞാനും നിങ്ങളും ഇന്ന് അനുഗ്രഹം നേടുവാനായിട്ട്, അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ പുറകെ ഓടുന്നവരാണ്. ഈ അനുഗ്രഹം പ്രാപിക്കണമെങ്കിലും, ദൈവം തമ്പുരാൻ നമ്മളിൽ പ്രീതിപ്പെടണമെങ്കിലും, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ഒളിപ്പിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്റെ മുൻപാകെ ഞാൻ ഒളിപ്പിച്ചു വെച്ച് വേറൊരു മുഖവുമായിട്ട് ചെല്ലുന്ന ആ കുറവുകളെ എനിക്കൊന്ന് ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം. ദൈവത്തോടൊന്ന് രമ്യതപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ സഹോദരനോട് എനിക്കൊന്ന് രമ്യതപ്പെടുവാനായിട്ട് സാധിക്കണം. എൻ്റെ മാതാവിനോട്, എൻ്റെ പിതാവിനോട്, എൻ്റെ മകനോട്, എൻ്റെ അയൽവാസിയോട് എനിക്കൊന്ന് രമ്യതപ്പെടുവാനായിട്ട് സാധിക്കണം. അവനെക്കുറിച്ച് മറ്റത് ചിന്തിച്ചിട്ട് അവന്റെ മുൻപാകെ കടന്നു പോകുമ്പോൾ ചിരിച്ചു പറയുന്നത് എന്തുവാണ്? ഏറ്റവും വലിയ പാവമാണ്. ചിലതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്ന പൊസിഷനെ ഉപയോഗിച്ചുകൊണ്ട് ചിലത് നമ്മൾ മറച്ചു വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ തിരുമുൻപാകെ നമ്മളായിരിക്കുമ്പോൾ ആ കുറവുകളെ ദൈവത്തിന് മാത്രമേ അത് പരിഹരിക്കുവാനായിട്ട് സാധിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കും നിങ്ങൾക്കും വേണം. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ ഈ സേനാധിപതിയുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനായിട്ട് മുഖാന്തരമായി തീരുന്നത് ഈ അടിമ പെൺകുട്ടിയാണ്. ഈ അടിമ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഈ അടിമ പെൺകുട്ടി എന്ന് പറയുന്നത് അവളുടെ സ്വന്തം ദേശത്തല്ല. അവൾ എവിടെ നിന്ന് അകലെയാണ്? അവളുടെ യാഗപീഠത്തിൽ നിന്ന്, അവളുടെ ആരാധനയിൽ നിന്ന്, അവളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, അവളുടെ സ്വന്തം ദേശത്തിൽ നിന്ന്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവൾ അകലെയാണ്, ദേശത്താണ്. അവളെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അടിമയായിട്ട് പിടിച്ചുകൊണ്ട് എന്തിനാണ് വന്നിരിക്കുന്നത്? ഭവനത്തിലെ ജോലികൾ ചെയ്യിക്കുവാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടായിരിക്കും. അവളുടെ മനസ്സിൽ കൂടി കടന്നു പോകാം, യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദേശത്തിലെയാണ്, യഹോവയുടെ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്നവളാണ്. പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു പ്രതിസന്ധി? എന്തുകൊണ്ടാണ് പിതാവാം ദൈവം ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ദേശത്തെ പരാജയത്തിലേക്ക് നയിച്ചത്, ഞങ്ങളെ ബന്ദികളാക്കി ഈ വിദേശ ദേശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന എന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ കൂടി കടന്നു പോകാം. എന്നാൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. യഹോവയായ ദൈവം എന്റെയും നിങ്ങളുടെയും പരാജയങ്ങളിലും പ്രതിസന്ധികളിലും ഒരു ഉദ്ദേശം കണ്ടിട്ടുണ്ട്. എന്റെ പരാജയങ്ങളിൽ ദൈവം തമ്പുരാൻ ഒരു വഴി, ആ പരാജയങ്ങളിൽ കൂടി എനിക്ക് എന്തോ പാഠം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ എന്റെ ജീവിതത്തിൽ ഈ രോഗത്തെ നൽകിയിരിക്കുന്നത്, ഈ പ്രയാസത്തെ നൽകിയിരിക്കുന്നത്, ഈ ബന്ധനത്തെ നൽകിയിരിക്കുന്നത് എന്നൊരു വലിയ സന്ദേശമാണ് ഈ അടിമ പെൺകുട്ടിക്ക് നൽകുന്നത്. ആ അടിമ പെൺകുട്ടി അത് മനസ്സിലാക്കിയിട്ട്, ഈ അടിമ പെൺകുട്ടി അവളുടെ മനസ്സിലെ ദേഷ്യമല്ല ഈ ഭവനത്തിൽ കടന്നു വന്നിട്ട് ചെയ്യുന്നത്. അവളുടെ മനസ്സിൽ ദേഷ്യം കാണും. ഓബ്വിയസ് ആണ്, നമ്മളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ശത്രുത നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ ആ ശത്രുതയൊന്നുമല്ല ഈ തൻ്റെ യജമാനോട് അവൾക്ക് തോന്നിയത്. അവൾ എന്നും കാണുന്നതാ, ഇല്ലയോ? അവൾ എന്നും ഭവനത്തിൽ കാണുന്നതാ.
ഈ സേനാധിപതിയുടെ അവസ്ഥ അവൾ എന്ന് കാണുന്നത്. അവനും എന്തുവാ, അവനും ഉള്ളിന്റെ ഉള്ളിൽ ദുഃഖമുണ്ട്. എന്നെ മറ്റുള്ളവർ ഇങ്ങനെയാണ് കാണുന്നത്, എന്നെ മറ്റുള്ളവർ ഇങ്ങനെയാണ് എന്നെ പ്രതി പറയുന്നത് എന്നൊക്കെ അവൻ ഭവനത്തിലിരിക്കുമ്പോൾ ഭാര്യയോട് പറയുന്നത് ഈ പെൺകുട്ടി എന്നും കേൾക്കുന്നുണ്ടാകാം. ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ എന്തോ ചെയ്യാം, പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഇച്ചിരിയോടെ അവനെ പരിഹസിക്കാം, അല്ലെങ്കിൽ മാറി നിന്ന് നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയും. നമ്മളുടെ പലപ്പോഴും മനോഭാവം അങ്ങനെയാണ്. നമ്മുടെ സഹോദരന് വല്ലതും വരുമ്പോൾ പറയുമ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം, അവന്റെ അഹങ്കാരത്തിന് അവന് ലഭിച്ചിരിക്കുന്ന ശിക്ഷയാണ് എന്ന് നമ്മൾ പറയാം. എന്നാൽ ഈ അടിമ പെൺകുട്ടി എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയാണ്. അവൾ പറയുകയാണ്, ആരെടുത്താ പറയുന്നത്, ഈ നയമാന്റെ ഭാര്യ എടുത്ത് പറയുകയാണ്, ഇപ്രകാരം ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെന്നാൽ ഇവന്റെ രോഗമെല്ലാം മാറും, ഇവൻ ശുദ്ധനായി തീരും, ഇവൻ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളിലും മറ്റുള്ളവരും പറയും ഇവൻ യഥാർത്ഥമായിട്ട് മുൻപിൽ തന്നെ ഉള്ളിൽ തട്ടി തന്നെ പറയും ഇവൻ മഹാനും മാന്യനുമാണെന്ന് പറയും. ഇതാരാഗ്രഹിച്ചു? ഈ അടിമ പെൺകുട്ടി ആഗ്രഹിച്ചു. അടിമ പെൺകുട്ടിയും അവളുടെ ആ പ്രതിസന്ധിയെ ദൈവ തിരുനാമം മഹത്വപ്പെടുവാനായിട്ടുള്ള ഒരു അവസരമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് അവൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പ്രയോജനമുള്ള ഒരു അവസരമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ആ അന്നത്തെ സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലണം. ഇവിടെ എന്തോ ധൈര്യത്തിലാണ് ഒരു അന്യദേശത്ത് ചെന്ന് പറയുന്നത്, നീ ഇവിടെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം ലഭിക്കുമെന്ന്. കാരണം ഇതിനു മുമ്പേ ഈ കുഷ്ഠരോഗം വന്ന് ആരും സൗഖ്യപ്പെട്ടിട്ടില്ല. ഇനി അവിടെ പോയാൽ അവിടെ സൗഖ്യം ലഭിക്കുമെന്നും അവൾക്ക് വലിയ, എന്തെങ്കിലും അവൾക്കൊരു പ്രൂഫില്ല. അവളുടെ അടുത്ത് ഒരു പ്രൂഫ് ചോദിച്ചാൽ നൽകുവാനായിട്ടൊരു പ്രൂഫില്ല. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നയമാൻ എലീശ പ്രവാചകന്റെ കാലഘട്ടത്ത് അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ നയമാൻ അല്ലാതെ വേറെ ആർക്കും സൗഖ്യം ലഭിച്ചിട്ടില്ല. നമ്മളൊന്ന് ചിന്തിക്കണം, എത്ര ധൈര്യമുള്ളവളായിരുന്നു. അവളുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയെ ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അത്രമാത്രം വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിലകൊള്ളുന്നത് കൊണ്ടാണ് അവൾ പറയുന്നത്, എന്റെ ദൈവത്തിന് നിന്നെ ശുദ്ധനാക്കുവാനായിട്ട് സാധിക്കും, എന്റെ ദൈവത്തിന് നിന്റെ കുറവുകളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും, എന്റെ ദൈവത്തിന് നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും, നിന്റെ ഈ ബന്ധനത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനായിട്ട് സാധിക്കും എന്ന് അവൾ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തോടു കൂടിയാണ് യജമാനത്തിയുടെ അടുത്ത് പറയുന്നത്, ഇപ്രകാരം ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കിലേക്ക് നീ കടന്നു പോകണം എന്നുള്ള സന്ദേശം നൽകുന്നത്. ഒരു പ്രതിസന്ധിയെ ദൈവത്തിന്റെ വലിയ സന്ദേശം നൽകുവാനായിട്ട് അവൾ ഉപയോഗിച്ചു. ദൈവം തമ്പുരാനും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകുന്നത് എന്നെയും നിങ്ങളെയും തളർത്തി കളയുവാനായിട്ടല്ല, പിന്നെയോ അതിൽ ദൈവനാമം അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനായിട്ടാണ്. വിശ്വസിച്ചാൽ നീ എന്തോ കാണുമെന്നാണ് പറയുന്നത്, നീ ദൈവത്തിന്റെ മഹത്വം കാണും. കൊറോണയല്ലേ നമ്മുടെ ചുറ്റുപാടിൽ മൊത്തം കൊറോണയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, വലിയ പ്രയാസത്തിന്റെ മധ്യത്തിൽ എന്തോ ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞില്ല. എന്നാൽ ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ഇന്ന് നൽകുന്ന സന്ദേശമാണ്, നിന്റെ ഈ പ്രതിസന്ധിയിലും ദൈവം തമ്പുരാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി, എന്റെ ദേശത്തിന് ഈ പ്രതിസന്ധി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാനായിട്ടാണ്, ദൈവനാമം മഹത്വപ്പെടേണ്ടതിനായിട്ടാണ് എനിക്കും നിങ്ങൾക്കും
ഇപ്രകാരം ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ പെൺകുട്ടി വിശ്വസിച്ചു. അവളുടെ ജീവിതത്തിൽ ഈ പരാജയം സംഭവിച്ചിരിക്കുന്നത്, അവൾ അടിമയായിരിക്കുന്നത്, ദൈവം തമ്പുരാൻ എന്റെ ജീവിതത്തിൽ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. സുറിയ നാട്ടിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ടാണ് ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 15-ാമത്തെ വാക്യം ഞാൻ വായിച്ചത്. 15-ാമത്തെ വാക്യത്തിൽ അവിടെ ആരുടെ സാക്ഷ്യമാണ്? നയമാന്റെ സാക്ഷ്യമാണ്. നയമാൻ പറയുകയാണ്, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. സത്യ ദൈവമല്ലാതെ, ഇസ്രായേലിന്റെ ദൈവമല്ലാതെ വേറൊരു ദൈവവും ഇല്ല. ഏത് രോഗത്തിനും പരിഹാരം നൽകുവാനായിട്ട് ഏകദൈവത്തിനെ സാധിക്കുകയുള്ളൂ. എന്തിനേയും മറികടക്കുവാനായിട്ട് സത്യക ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ സാക്ഷ്യം ആരേക്ക് പറയുകയാണ്? ഈ സേനാധിപതി ഏറ്റു പറയുകയാണ്, വിചാരീയനായിട്ടുള്ളവർ ഏറ്റു പറയുകയാണ്. ഇവൻ ഈ സാക്ഷ്യം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ദൈവത്തെ അറിയാത്ത നാട്ടിലേക്ക് ഇവൻ കൊണ്ടുപോയി അവിടെയും ഇവൻ എന്തോ ആയിത്തീരുകയാണ്? ഈ ദൈവത്തിന്റെ വലിയ കരുണയുടെ, ഈ ദൈവത്തിന്റെ വലിയ കൃപയുടെ, ഈ ദൈവത്തിന്റെ വലിയ സൗഖ്യത്തിന്റെ സുവിശേഷകനായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഈ പെൺകുട്ടി കാരണമാണ് ആ നാട്ടിൽ ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് അവർ അറിയുന്നത്. ഇപ്രകാരം ഒരു ദൈവമുണ്ട് എന്ന് അറിയുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അതിരുകളെ കടക്കുന്ന വിശ്വാസമായ ഒരു ട്രാൻസെൻഡിങ് ഫെയ്ത്ത് ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇസ്രായേൽ ജനം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ബാബിലോണിലെ പ്രവാസത്തിലായിരുന്നപ്പോൾ ബാബിലോണിയർ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നല്ലോണം പാട്ട് പാടുന്നവരാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, ഇസ്രായേലിയർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്ത് ചെന്നാല് പാട്ട് വരത്തുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ പാടുവാനായിട്ട് സാധിക്കുകയില്ല. ഞങ്ങൾ എപ്പോൾ കംഫർട്ടബിൾ ആണോ അന്നേരമേ എനിക്കും നിങ്ങൾക്കും പാട്ടുകൾ വരുത്തുള്ളൂ, വിശ്വാസം വരുത്തുള്ളൂ. ഞാനും നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ ദൈവം തമ്പുരാൻ ഉള്ളൂ എന്ന് പോലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവൾ അടിമയാണ്, അവളൊരു പെൺകുട്ടിയാണ്, ചെറിയ പെൺകുട്ടിയാണ്, അന്യദേശത്താണ്. പക്ഷെ അവളുടെ വിശ്വാസം, അവൾ പ്രയാസത്തിലായിരുന്നപ്പോഴാണ് അവളുടെ വിശ്വാസം മുൻപോട്ട് കടക്കുന്നത്. അവളുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അവൾ എത്തിച്ചത്. നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, ഇപ്രകാരം ബാധകൾ നമ്മളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ബന്ധനങ്ങൾ നമ്മളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, നമ്മൾക്ക് ഈ വിശ്വാസം ഒന്ന് പുറപ്പെടുവിക്കുവാനായിട്ട്, ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്ന്, ആ വിശ്വാസത്തിലേക്ക്, ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിലേക്ക് അവരെയും നയിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പ്രതിസന്ധികളെയും പ്രയോജനമുള്ള സാഹചര്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. ഇവിടെ പറയുന്നുണ്ട്, ചെറിയ പെൺകുട്ടിയാണ്, പക്ഷെ അവളുടെ വിശ്വാസം എന്തോ ആയിരുന്നു? വലിയതായിരുന്നു. ചെറിയ പെൺകുട്ടിയെങ്കിലും വിശ്വാസം വലിയതാകുന്നു. ഇപ്പോൾ ആ ഭവനവും, നയമാന്റെ ഭവനവും അവളെ കണ്ടിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത് ഒരു അനുഗ്രഹം ആയിരുന്നു, അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നു. ഞാനും നിങ്ങളും ഒരു ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഒരു ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ, ഈ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ പറയുവാനായിട്ട് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയണം, നീ ഈ ദേവാലയത്തിൽ വന്നത്, നീയാണ് ഈ ദേവാലയത്തിന്റെ അനുഗ്രഹം എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടി അത് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതോ എന്നെയും നിങ്ങളെയും കുറിച്ച് മറ്റുള്ളവർ പലതുമാണോ പറയുന്നത്? അതോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടി എന്റെ പ്രയാസത്തിൽ ഞാനങ്ങ് മുഴുകിയിരിക്കുകയാണ്, എന്റെ പ്രതിസന്ധിയിൽ ഞാനങ്ങ് മുഴുകിയിരിക്കുകയാണോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം.
അവൾ അവളുടെ പ്രയാസത്തെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട് അവൾ ഉപയോഗിച്ചു. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിനായിട്ട് ഞാനും നിങ്ങളും ശ്രമിക്കണം. ഇപ്രകാരം നയമാനോട് പറഞ്ഞു, നയമാൻ ഓക്കെ, ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ചേക്കാം, അവിടെ ഒന്ന് പോയേക്കാം. അവൻ രാജാവിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം വിവരം അറിയിച്ചപ്പോൾ അവിടുത്തെ രാജാവ് അവന് റെക്കമെൻഡേഷൻ ലെറ്റർ അയച്ചു കൊടുത്തു വിടുകയാണ്. ഇല്ലയോ, കത്തൊക്കെ എഴുതി കൊടുത്തു വിടുകയാണ്. ഈ കത്ത് മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ ഈ ഇസ്രായേൽ രാജാവിനും ഈ പ്രവാചകനും ഒക്കെ നൽകുവാനായിട്ടുള്ള സമ്മാനങ്ങളും ഒക്കെ കൊണ്ടാണ് പോകുന്നത്. അവിടെ പറയുന്നുണ്ട് 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും ഒക്കെ എടുത്താണ് പുറപ്പെട്ടത്. വലിയ റെക്കമെൻഡേഷനുമായിട്ട് കടന്നു വരികയാണ് ഇസ്രായേലിലെ രാജാവിനെ കാണുവാനായിട്ട്. എനിക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം ലഭിക്കും, ആ ഒരു ആഗ്രഹത്തോട് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ഈ ഇസ്രായേൽ രാജാവ് എന്ത് വിചാരിച്ചു? ഇവൻ വീണ്ടും എന്നോട് വഴക്കിന് വന്നേക്കുകയാണ്, ശണ്ടയ്ക്ക് വന്നേക്കുകയാണ്, ഞങ്ങളെ വീണ്ടും ഇവർ തോൽപ്പിക്കുവാനായിട്ട്, ഞങ്ങളെ നശിപ്പിക്കുവാനായിട്ട്, ഞങ്ങളെ പിന്നെയും ബന്ധസ്ഥരാക്കുവാനായിട്ട് കടന്നു വന്നേക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യം ആര് തിരിച്ചറിയുന്നുണ്ട്? എലീശ പ്രവാചകൻ തിരിച്ചറിഞ്ഞിട്ട് അവന്റെ വൃത്യനെ അയക്കുകയാണ്. ഭയപ്പെടേണ്ട, ഇത് എന്റെ അടുക്കലേക്ക് വന്നതാണ്, ദൈവത്തെ അന്വേഷിച്ച് വന്നതാണ്, എന്നെ അന്വേഷിച്ച് വന്ന ഗ്രൂപ്പാണ്. എലീശ പ്രവാചകനും തന്റെ വൃത്യനെ അയച്ചിട്ട് അവന്റെ അടുക്കലേക്ക് വിളിപ്പിച്ചിട്ട് ഈ നയമാനോട് പറഞ്ഞു, നീ ചെന്ന് എവിടെ പോകണം? നീ യോർദാനിൽ പോയി നീ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണം, എന്നാൽ നിനക്ക് സൗഖ്യം വരും. വലിയ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നേക്കും ആര്? നയമാൻ. വലിയ എന്തോ വലിയ സംഭവങ്ങളൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോൾ അവന്റെ മുൻപിലേക്ക് കടന്നു വരുന്നത് ആരാ? എലീശ പ്രവാചകൻ പോലും നേരിട്ട് വരുന്നില്ല. വൃത്യനെ അയച്ചേക്കുകയാണ്. വൃത്യനെ അയച്ചിട്ട് പറയുകയാണ്, നീ പോയി യോർദാനിൽ പോയി എന്ന് മുങ്ങിയാൽ നിനക്ക് സൗഖ്യം ലഭിക്കും. 7 പ്രാവശ്യം നീ മുങ്ങിയാൽ മാത്രം. അവനെന്തോ അവിടെ വിചാരിക്കുന്നു, അവനെന്തോ പറയുന്നത്? ഈ യോർദാനെക്കാളും നല്ല നദികൾ ഞങ്ങളുടെ ദേശത്തുണ്ട്, ഇതിനേക്കാളും നല്ല നദിയാണ്, എനിക്ക് എന്നാ പിന്നെ അവിടെ നിന്ന് കുളിച്ചാൽ പോരാ. നയമാൻ വിചാരിച്ചു, ഇപ്പോൾ എൻ്റെ അടുക്കലേക്ക് എലീശ പ്രവാചകൻ കടന്നു വന്നിട്ട് കൈകളെയൊക്കെ ആവസിപ്പിക്കും, എന്തോ മന്ത്രങ്ങളൊക്കെ പറയും, വലിയ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും, എന്നിട്ട് എനിക്ക് സൗഖ്യം ലഭിക്കും. അവൻ ഇപ്പോഴും ആരായിട്ടാണ് അവിടെ നിൽക്കുന്നത്? സേനാധിപതിയായിട്ടാണ്. അവന്റെ യൂണിഫോമിന്റെ ബലത്തിലാണ് ഇപ്പോഴും ദൈവപുരുഷന്റെ മുൻപാകെ നിൽക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കണം, അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കണം. അവൻ ചിലതൊക്കെ മനസ്സിൽ മുൻകൂട്ടി നിശ്ചയിച്ച് ദൈവത്തിന്റെ മുൻപാകെ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ദൈവപുരുഷന്റെ മുൻപാകെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടില്ലയോ അവിടെ പറയുന്നത്, അവൻ വന്ന് അവന്റെ കൈയൊക്കെ ആവസിച്ച് പ്രാർത്ഥിക്കുമെന്നൊക്കെ ആണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ആ പറയുകയാണ്, എന്നെ കാണാതെ തന്നെ പറയുകയാണ്, നീ പോയി യോർദാനിൽ നീ മുങ്ങിക്കോ, നിനക്ക് സൗഖ്യം വരും. അവന്റെ അഹങ്കാരത്തോട് കൂടിയാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അവന്റെ യൂണിഫോമിന്റെ ബലത്തിലാണ് അവൻ ദൈവത്തിന്റെ തിരുമുൻപാകെ, ദൈവപുരുഷന്റെ തിരുമുൻപാകെ നിൽക്കുന്നത്. അവൻ ദൈവത്തിൽ നിന്നും ദൈവപുരുഷനിൽ നിന്നും പ്രതീക്ഷിച്ച മറുപടികളല്ല അവന് ലഭിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ അവിടെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളെയും വഴികളെയും കാൾ ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നു. പലപ്പോഴും നമ്മളും എങ്ങനെയാണ് ചെല്ലുന്നത്? ദൈവത്തിന്റെ മുൻപാകെ ചെല്ലുന്നത് ദൈവം തമ്പുരാൻ
ഞാൻ ആഗ്രഹിക്കുന്ന പലതും എനിക്ക് സാധിപ്പിച്ച് തരണം. പലതും ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടണം. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് സൗഖ്യം ലഭിക്കണം. ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം ലഭിക്കണം. ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ നാളെ തന്നെ എനിക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്ത് ദൈവം തമ്പുരാൻ ഇറങ്ങി വരണം. നടക്കുന്ന കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ കൂടി ഞാനും നിങ്ങളും സഞ്ചരിക്കുവാനായിട്ട് തയ്യാറാകണം. ഇവിടെ നയമാന്റെ അടുത്ത് പറഞ്ഞത്, നീ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ അഹങ്കാരത്തെ ഒന്ന് മാറ്റിവെച്ച് നീ യോർദാനിൽ പോയി ഒന്ന് 7 പ്രാവശ്യം നീ കുളിക്കും, നിനക്ക് സൗഖ്യം വരും. പക്ഷെ അവൻ പറയുകയാണ്, ഇതിനെക്കാട്ടിലും നല്ല നദികൾ ഞങ്ങളുടെ ദേശത്തുണ്ട്, അവിടെ കുളിച്ചാൽ പോലെ. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ നിശ്ചയിച്ചതുപോലെ നിന്റെ പ്രവാചക ശിഷ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് മന്ത്രങ്ങളോ കൈകൾ ആവസിച്ചോ ഒക്കെ പ്രാർത്ഥിക്കട്ടെ, അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കണ്ട് വന്നിരിക്കുന്നത്, അപ്രകാരമുള്ള സൗഖ്യം എനിക്ക് മതി എന്ന് ചിന്തിച്ചിരിക്കും. ആ അഹങ്കാരത്തോടു കൂടിയാണ് അവൻ പറയുന്നത്. എന്നാൽ അവിടെയും അവന് ഈ രക്ഷയുടെ ഈ ശുദ്ധീകരണത്തിന് മുഖാന്തരമായി തീർന്നത് അവന്റെ ഭൃത്യന്മാർ തന്നെയാണ്. അവന്റെ ഭൃത്യന്മാർ അവനോട് പറയുകയാണ്, ഈ പ്രവാചക ശിഷ്യൻ ഇതിലും വലിയത് എന്തെങ്കിലും നിന്റെ അടുത്ത് നേരിട്ട് വന്ന് കണ്ടു പറഞ്ഞിരുന്നെങ്കിൽ നീ ഇത് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചെറിയ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നീ പോയി യോർദാനിൽ കുളിക്കണം. അവന്റെ ഈ അഹങ്കാരം മാറ്റിവെച്ച്, ഈ അഹംഭാവം, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഉള്ള ആ വലിയ തോന്നൽ മാറ്റിവെച്ച് അവൻ പോയി യോർദാനിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ, പ്രവാചകൻ പറഞ്ഞതുപോലെ ചെന്ന് കുളിച്ചപ്പോഴാണ് അവന്റെ ശരീരം, വചനം പറയുന്നത്, ചെറിയ ബാലന്റെ ശരീരം പോലെ ആയിത്തീർന്നു. അപ്രകാരമുള്ള സ്കിൻ ആയിത്തീർന്നു എന്നാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്തുവാ? വളരെ സോഫ്റ്റാണ്. നമ്മൾ പ്രായം ചെല്ലുന്നതോറും നമ്മുടെ സ്കിന്നിന് ഒരു ഹാർഡ്നെസ് വരും, ചുളുങ്ങി തുറന്നു. അന്നേരം ഇവൻ പ്രായമുള്ളവനാണ്, ഇവന്റെ ശരീരത്തിൽ വ്രണങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ വചനം പറയുന്നത്, അവൻ ദൈവത്തിന്റെ മുൻപാകെ അവനെ തന്നെ സമർപ്പിച്ച് ആ വചനങ്ങളെ അനുസരിച്ചപ്പോൾ, അവന്റെ അഹങ്കാരത്തെ ഒന്ന് മാറ്റിവെച്ച് ദൈവം അവനിൽ കൂടി കണ്ട വഴികളിൽ കൂടി അവൻ സഞ്ചരിച്ചപ്പോൾ, ദൈവം ഏത് വഴിയിൽ കൂടി അവൻ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ചു ആ വഴിയിൽ കൂടി അവൻ സഞ്ചരിച്ചപ്പോൾ, അവിടെ പോയി മുങ്ങിയപ്പോൾ അവന്റെ ശരീരം ബാലനെ പോലെ ആയിത്തീർന്നു എന്നാണ് വചനം പറയുന്നത്. അവന്റെ രൂപാന്തരം, അവന്റെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചത് ഈ വചനങ്ങളെ, ഈ അടിമ പെൺകുട്ടിയുടെ വചനം കേട്ട് ഇസ്രായേലിലേക്ക് വന്നപ്പോഴും എന്താണ്? അവന്റെ അഹങ്കാരവും വെച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. അവൻ ആ അഹങ്കാരത്തെ ഒന്ന് മാറ്റി വെച്ചപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള രൂപാന്തരം സംഭവിച്ചു. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു പോകുമ്പോൾ, എന്നോടും നിങ്ങളോടും ദൈവം തമ്പുരാൻ സംസാരിക്കണമെങ്കിൽ, സന്ദേശങ്ങൾ നൽകി തരണമെങ്കിൽ, എൻ്റെ കുറവുകൾ എനിക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ, ദൈവത്തിന് മുൻപാകെ ഞാൻ ഒന്നുമല്ല എന്ന ബോധ്യത്തോടു കൂടി അന്നേരം ചിലപ്പോൾ എന്നെയും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് എന്തുമായിരിക്കും? എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും. ഞാൻ മനസ്സിൽ മുൻകൂട്ടി കൽപ്പിച്ചു വന്ന കാര്യങ്ങളല്ലായിരിക്കും ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം, എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ആ കാര്യം തന്നെയാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, എൻ്റെ ഇഷ്ടമല്ല, പിന്നെയോ ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പോലും പറയുന്നത്, ആരുടെ ഇഷ്ടം നിറവേറപ്പെടണം? പിതാവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടണമേ എന്ന് തമ്പുരാൻ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് അലിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പറയാം, ലോകത്തെ വിറപ്പിച്ച ബോക്സറായിരുന്നു. ലോകത്തെ തേനീച്ചയെ പോലെ റിങ്ങിൽ
ചലിച്ച ഒരു ബോക്സ്, എല്ലാവരെയും വിറപ്പിച്ച ഒരു ബോക്സ്. എന്നാൽ 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിന്റെ ദീപശിഖ അവന്റെ കയ്യിലേക്ക് നൽകുമ്പോൾ ലോകം കണ്ടത് കരുത്തനായിട്ടുള്ള ഒരു വ്യക്തിയല്ല, പിന്നെ ആരെയാണ്? വിറച്ചു നിൽക്കുന്ന, പാർക്കിൻസൺസ് രോഗം വന്നിട്ട് വിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലോകം കണ്ടത്. അത് പിടിക്കുവാൻ പോലും സാധിക്കാതെ പോയ ഒരു വ്യക്തിയാണ് കണ്ടത്. അവന്റെ ആത്മകഥയുടെ പേരാണ് I am the greatest. He thought that he was the greatest. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തനായിട്ടുള്ള വ്യക്തി എന്നതിൽ അഹങ്കരിച്ചവനാണ്. എന്നാൽ ലോകം അവനെ എപ്രകാരമാണ് പിന്നീട് കണ്ടത്? ഈ കരുത്തിൽ അവൻ അഹങ്കരിക്കുവാനായിട്ട് സാധിച്ചു. പക്ഷെ കൈകൾ വിറയ്ക്കുന്ന ആരുമല്ലാത്ത ഒരു വ്യക്തിയെയാണ് ലോകം കണ്ടത്. പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ സമ്പാദ്യത്തിലും നമ്മുടെ കുടുംബ മഹിമയിലും നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിലും നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമ്മൾ കരുതാറുണ്ട്, ചിന്തിക്കാറുണ്ട്, കരുത്തരാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ദൈവം നമ്മളെല്ലാവർക്കും ഒരു ബോധ്യം നൽകിയിട്ടുണ്ട്. കൊറോണ വന്നപ്പോൾ നമ്മൾ ഒന്നും അല്ല, മനുഷ്യർ ഒന്നുമല്ല എന്ന് ദൈവം തമ്പുരാൻ ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും പാഠം നൽകിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വലിയ അഹങ്കരിച്ചവരാണ്. നമ്മുടെ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തെക്കാൾ മുകളിലാണ് മനുഷ്യൻ എന്ന അഹങ്കാരം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും നാളായി ഇപ്പോഴും വാക്സിനേഷൻസ് ഉണ്ട്. പക്ഷെ ആ വാക്സിനേഷൻസ് എത്രത്തോളം 100% ആണെന്ന് ആർക്കും ഇതുവരെ ഗ്യാരണ്ടി പറയുവാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതിനൊരു പരിഹാരം ദൈവത്തിന് മാത്രമേ നൽകുവാനായിട്ട് സാധിക്കൂ. ഈ ആദിച്ച നെല്ലൂർ ഭാഗത്ത് മാത്രമല്ല കൊറോണ വന്നിരിക്കുന്നത്, പിന്നെയോ ലോകമെമ്പാടും ഒരുപോലെ കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൈവം തമ്പുരാൻ നൽകിയതാണ്. അതെന്റെ ദൈവം തമ്പുരാൻ മനുഷ്യന്റെ അകൃത്യങ്ങൾ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഞാനും നിങ്ങളും എന്തൊക്കെയോ ആണെന്നുള്ള അഹംഭാവത്തോടു കൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നതാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇതിനൊരു വാക്സിനേഷൻ, ഇതൊരു പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ എന്റെ ദൈവം തമ്പുരാന് മാത്രമേ സാധിക്കൂ. ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് പറയാം ആ ഭാഗത്ത് എന്തോ പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ മനുഷ്യൻ എത്തിച്ചെല്ലാവുന്നിടത്തെല്ലാം തന്നെ കൊറോണയാണ്. എല്ലായിടവും തന്നെ അടഞ്ഞ് ഏകാന്തതയിലേക്ക് മനുഷ്യൻ ചുരുങ്ങപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം. ഈ 1-1.5 വർഷങ്ങൾക്കൊക്കെ മുൻപേ ഈ ലോകത്തിന്റെ അവസ്ഥ നമ്മളെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമ്മൾ അഹങ്കരിച്ചവരാണ്. അല്ലെങ്കിൽ എൻ്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് എന്തും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളും അഹങ്കരിച്ചവരാണ്. എന്നാൽ ഇന്നും നമ്മളിന്നൊന്ന് ചിന്തിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് എന്തോ അവന് ഈ കൊറോണ വരുമോ എന്നുള്ള ഭയത്തിൽ ആണ്. എത്ര പണമുള്ളവന് ഭയത്തിലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സൗഖ്യം ലഭിക്കുക. ആർക്ക് നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ആശ്രയം വെച്ച ഒരു ഭൗതികതയ്ക്കും നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മൾ അഹങ്കരിച്ച പലതിനും നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന് മാത്രമേ. നമ്മുടെ ശുദ്ധീകരണം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. എന്നാൽ നമുക്ക് സൗഖ്യം നൽകുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മുൻപാകെ, നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മുൻപാകെ, നമ്മളെ പരിപാലിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ദൈവത്തിന്റെ മുൻപാകെ ഞാനും നിങ്ങളും നമ്മൾ ആയതുപോലെ വന്ന് നമ്മളൊന്ന് ഇരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതോ വേറെ എന്തെങ്കിലും ആണ് എന്ന് വരുത്തി തീർക്കുകയാണോ ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. ഇന്ന് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും അത് സാധിക്കുന്നില്ല.
നമ്മൾ പലതിനെയും മൂടി വെച്ച് ദൈവത്തിന് മുൻപാകെ അഹങ്കരിച്ച് നിൽക്കുന്നവരാണ്. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന് 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ നിങ്ങൾ താണിരുപ്പീൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ താഴ്മയുള്ളവരായിരിപ്പീൻ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ താണിരിക്കുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളെ ഉയർത്തുകയുള്ളൂ. നിന്റെ രോഗത്തിൽ നിന്ന് നിനക്ക് സൗഖ്യം വേണോ? നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം വേണ്ടോ? നിന്റെ അകൃത്യങ്ങളിൽ നിന്ന് നിനക്ക് മോചനം വേണ്ടോ? നിന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ ആരംഭിക്കണമോ? നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമോ? നീ ഉയർച്ചയിലേക്ക്, നിന്റെ ഭൗതികയായാൽ പോലും തന്നെ നിനക്ക് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ നീ താണിരുന്നുകൊണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ദൈവത്തിന് മുൻപാകെ മുട്ടുകുത്തുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഈ നയമാനും അവനായിരിക്കുന്ന അവസ്ഥ അവന് മനസ്സിലായത് ഈ ഭൃത്യൻ പറഞ്ഞപ്പോഴാണ്. ഈ ഭൃത്യൻ പറയുകയാണ്, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നീ ചെയ്തിരുന്നെങ്കിൽ നീ ചിലപ്പോ ചെയ്തു പോയാൽ. അവന് അന്തരമാണ് അവൻ ചിന്തിക്കുന്നത്. ശരിയാണ്, അവൻ നേരിട്ട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയുള്ള കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തു പോയത്. ഇത് വലിയ ചെറിയ കാര്യമാണല്ലോ എന്നിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആ വാക്കിന്റെ മുൻപാകെ, ആ വചനത്തിന്റെ മുൻപാകെ ഞാനൊന്ന് സമർപ്പിച്ചാൽ മാത്രം മതി. ചെറിയൊരു കാര്യമേ ആവശ്യപ്പെട്ടു. നമ്മളെ ഒന്ന് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ എനിക്കും നിങ്ങൾക്കും ഒന്ന് വിനയപ്പെടുവാനായിട്ട് സാധിക്കണം. ഞാനും നിങ്ങളും നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഞാനും ദൈവവുമായിട്ടുള്ള അകലം എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നുമില്ല. എൻ്റെ ഒരു 2 കണ്ണുനീർ അല്ലെങ്കിൽ കണ്ണുനീർ തുള്ളികൾ ഒന്ന് വീണാൽ ആ ദൂരം എന്തോ ആകും, അത് കുറയും, അത് ഇല്ലാതാകും. ഇന്ന് പക്ഷേ നമ്മൾ കരയുന്നത് എപ്പോഴാണ്? എനിക്ക് വല്ലതും നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് ദുഃഖം വരും, കരയും. എന്നാൽ ദൈവത്തിന്റെ തിരുമുൻപാകെ വന്ന് എനിക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ, എൻ്റെ ജോലിക്ക് അല്ലെങ്കിൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം, എനിക്ക് നല്ല വിജയം ലഭിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ വിജയം ലഭിക്കുമ്പോൾ ഈ ദേവാലയത്തിന് മുൻപാകെ കടന്നു വന്ന് മുട്ടുകുത്തി കണ്ണുനീരോടുകൂടെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം. ദൈവം ദൂരത്തല്ല, പിന്നെയോ ദൈവം സമീപസ്ഥനാണ്. പക്ഷെ നമ്മളാണ് ദൈവത്തെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം എന്തുവാ? ദൈവം പലപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് ഇച്ചിരി പ്രയാസമുള്ള വഴികളാണ്. എളുപ്പമുള്ള മാർഗങ്ങളൊന്നും തന്നെ ദൈവം തമ്പുരാൻ കാണിച്ചു തരുന്നില്ല. നമുക്കെന്തുവാ? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നമ്മുടെ കാര്യങ്ങൾ സാധിക്കും. എന്നാൽ നമ്മൾ പറയൂ, എത്ര വലിയവനാണ് എൻ്റെ ദൈവം, എത്ര വലിയവനാണ് അവൻ എനിക്ക് സൗഖ്യം നൽകിയെന്ന് പറയും. എന്നാൽ 10 ദിവസം, 1 വർഷം, 2 വർഷം, 3 വർഷം ചിലപ്പോൾ ആ രോഗത്തിൽ കൂടി എനിക്ക് നിങ്ങൾക്കും കടന്നു പോകേണ്ടി വരും. ആ നിമിഷങ്ങളിലും ഞാനും നിങ്ങളും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. നമ്മൾ നിശ്ചയിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പറയണം, ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഈ രോഗത്തിൽ കൂടി കടന്നു പോകുവാനായിട്ടാണ്. അതുകൊണ്ട് സാരമില്ല, ദൈവം തമ്പുരാൻ സൗഖ്യം തരുമ്പോൾ സൗഖ്യം നൽകിയാൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെ എന്തോ ചെയ്യുന്നത്? നമ്മളങ്ങ് ഫ്രസ്ട്രേറ്റ് ആയിട്ട് പല ഇടങ്ങളിലും നമ്മൾ അഭയം തരും, ഇല്ലയോ? പലയിടത്തും നമ്മൾ പോകും. ഇന്ന് അപ്രകാരമുള്ള ആത്മീയതയിലേക്ക് ലോകം അല്ലെങ്കിൽ ക്രിസ്തീയത വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ദൈവം തമ്പുരാൻ ഒന്നും തന്നെ തരികയില്ല, ഇല്ല. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. ഇല്ല, ദോശമാവ് അരയ്ക്കണമെങ്കിൽ അതിന് ഇച്ചിരി പ്രയാസമുണ്ട്, ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. പക്ഷെ എന്തുവാ? ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കടയിൽ പോയാലും കിട്ടും. അത് റെഡിലി അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് വരുന്നത്. പക്ഷേ ദൈവം തമ്പുരാൻ നൽകി തരുന്ന അനുഗ്രഹങ്ങൾ ഇച്ചിരി പ്രയാസങ്ങൾ അനുഭവിച്ചാലേ ആ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുതന്നെയല്ല, ദൈവത്തിന്റെ മുൻപാകെ നമുക്കൊന്ന് വിനയപ്പെടുവാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രമേ ദൈവം തമ്പുരാൻ നമുക്ക് ആ അനുഗ്രഹങ്ങളെ അയച്ചു തരികയുള്ളൂ.
നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ തിരുമുമ്പാകെ എനിക്കും നിങ്ങൾക്കും ഒന്ന് താഴുവാനായിട്ട് സാധിക്കണം. യോനാ പ്രവാചകനിലേക്ക് കടന്നു വരട്ടെ. യോനാ പ്രവാചകനും അവൻ ആഗ്രഹിച്ചത്, അവൻ വിചാരിച്ചു അവനെ വലിയ ദൗത്യത്തിലേക്കാണ് വിടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ ഇത്രയും നാളും ഇരുന്നത്. എന്നാൽ അവന് ദൗത്യം ലഭിച്ചത് എന്തുവാണ്? നിനവയിലേക്ക് പോകുവാനായിട്ട്. നിനവ എന്തുവാണ്? അശൂറിന്റെ ക്യാപിറ്റലാണ്. ഏറ്റവും വലിയ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മല്ലന്മാർ താമസിക്കുന്ന ഇടത്തിലേക്കാണ് അവന് പോകുവാനായിട്ട് ലഭിച്ച ദൗത്യം. എന്നാൽ ആ ദൗത്യം അത് വിചാരിച്ചു ഈ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ ആപത്താണ്. ഇത് ദൈവം തമ്പുരാൻ പറഞ്ഞ ഞാൻ എന്തോ ചെയ്യാം, ഞാൻ വേറെ ഒരു യൂ ടേൺ അടിച്ച് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വേയിലേക്ക് ഞാനങ്ങ് പോയേക്കാം. അന്നേരം അവിടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവന് ലഭിച്ച സന്ദേശവും എന്തുവാണ്? ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഒരു ഭവനത്തിൽ ചെന്ന്, അച്ഛൻ ഒരു ഭവനത്തിൽ ചെന്ന് ആ ഭവനത്തോട് പറയണം നാളെ നിനക്ക് ഈ ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പറയത്തില്ല. കാരണം എന്തുവാ? എനിക്കും ഭയമാണ്. ഞാൻ പറയാം അച്ഛൻ ഇറങ്ങിപ്പോ, അച്ഛൻ എന്തുവാ ഈ വിളിച്ച് പറയുന്നത്? യോനാ പ്രവാചകനും അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. അവന്റെ അടുത്ത് എന്തോ പറഞ്ഞത്? നിങ്ങൾ നശിച്ചു പോകുമെന്ന സന്ദേശവും കൊണ്ടാണ് അവനെ വിട്ടത്. അവനെന്തോ അവൻ അതിനേക്കാളും നല്ലതായിട്ട് അവൻ സേഫ് ആയിട്ട് അവൻ ആ വഴി എന്ന സ്കൂട്ടായി. അവൻ എങ്ങോട്ട് പോയി? അവൻ തർശീഷിലേക്ക്. എന്നാൽ ദൈവം ഒരുക്കിയ വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ കൂടി, ദൈവം നൽകിയ ചിന്തകളിൽ കൂടി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഞ്ചരിക്കുന്ന വഴികളൊക്കെ എന്തോ ആയിത്തീരും? പരാജയം. അത് എന്റെയും നിങ്ങളുടെയും നാശത്തിനായിട്ട്. ഇവിടെ ആരുടെ പരാജയത്തിനായി തീരുകയാണ്? യോനാ പ്രവാചകന്റെ പരാജയത്തിലേക്ക് ആയിത്തീരുകയാണ്. എന്നാൽ അവന് മനസ്സിലായപ്പോൾ അവന്റെ ദൗത്യം ഏറ്റെടുത്ത് ദൈവം കാണിച്ച വഴികളിൽ കൂടി ഈ 3 ദിവസവും അവൻ മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് പ്രാർത്ഥിച്ച് അവനൊന്നേ മനസ്സിലായുള്ളൂ, ദൈവം തമ്പുരാൻ കാണിച്ചു തന്ന വഴികളിൽ കൂടി സഞ്ചരിച്ചില്ലെങ്കിൽ ഇപ്രകാരം പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. ദൈവം തമ്പുരാൻ കാണിക്കുന്ന വഴികൾ ചിലപ്പോൾ അത് പ്രയാസത്തിൽ കൂടി കടന്നു പോകുവാനായിട്ടുള്ള വഴികളാണ്. എന്നാൽ ആ പ്രയാസത്തിന്റെ വഴികളെയും പ്രതികൂലമായിട്ടുള്ള വഴികളെയും അനുകൂലമാക്കി തരുവാനായിട്ട് ആർക്ക് സാധിക്കും? യഹോവയ്ക്ക് സാധിക്കും. ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ടൈറ്റാനിക് കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ്. വലിയ അഹങ്കാരത്തോടു കൂടിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. വേണ്ടത്ര ലൈഫ് ബോട്ടൊന്നും കരുതിയില്ല. അവരുടെ കപ്പലിന് ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള അഹങ്കാരം ആരുടെ ഉള്ളിലുണ്ട്? ഈ ക്യാപ്റ്റന്റെ അടുക്കലുമുണ്ട്, അതിലുള്ള ആൾക്കാർക്കുണ്ട്. വേണ്ടത്ര സുരക്ഷിതത്വം അവർ കരുതിയില്ല. ലൈഫ് ബോട്ട്സോ ലൈഫ് ജാക്കറ്റ്സോ ഒന്നും അവർ കരുതിയില്ല. കാരണം എന്തോ? ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല എന്ന് അവർ അഹങ്കരിച്ചു. അവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചു, ഇപ്രകാരം ഒരു ഐസ്ബർഗ് ഉണ്ട്, അതിൽ തട്ടി ചിലപ്പോൾ പ്രയാസം വരാം. അതിനെയൊന്നും അവർ എന്തോ ചെയ്തില്ല, വകവെച്ചില്ല. പക്ഷെ എന്തോ സംഭവിച്ചു, അത് തകർന്നു. ഇല്ലയോ? വേണ്ടത്ര മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ ഫലമായിട്ടാണ് ടൈറ്റാനിക് കപ്പൽ തകർന്നത്. എനിക്കും നിങ്ങൾക്കും ദൈവം തമ്പുരാൻ ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-15 മാസമായെന്ന് തോന്നുന്നില്ലയോ മുന്നറിയിപ്പുകൾ നൽകി തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കഴിഞ്ഞ 3 നയത്തിന് ശേഷമാണ് ഈ കൊറോണ നാട്ടിൽ കൂടുതലായിട്ട് വന്നത്. ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കൽ, ഞാൻ ഇതൊരു ആത്മീയതയിലേക്ക് ഞാൻ മാത്രം വ്യാഖ്യാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായിട്ടുള്ള 3 നോയമ്പിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ മുന്നറിയിപ്പുകൾ എനിക്കും നിങ്ങൾക്കും ഒരു വർഷമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ മുന്നറിയിപ്പുകൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ മുന്നറിയിപ്പുകളിൽ വളരെയേറെ ഗൗരവത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നും അനേകർ ഭവനങ്ങളിലുണ്ട്. എന്നെ കേൾക്കുന്ന
പലരും കാണും, അവരെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് മുൻപാകെ ഞാൻ ആയിരിക്കുന്ന രീതിയിൽ സമർപ്പിക്കുവാനായിട്ട് ഇന്നുവരെയും പലർക്കും സാധിച്ചിട്ടില്ല. അനേകരുണ്ട് ഈ ക്രിസ്തീയ ഗോളത്തിൽ. 3 നോയമ്പിൽ പരിശുദ്ധ സഭയായിരിക്കുമ്പോൾ, നാം എല്ലാവരും ആയിരിക്കുമ്പോൾ, നയമാന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. യോനാ പ്രവാചകന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. അഹങ്കാരത്തോടുകൂടി ഞാൻ ആഗ്രഹിക്കുന്ന വഴികളിൽ കൂടി അവർ സഞ്ചരിക്കുവാനായിട്ട് തുനിഞ്ഞപ്പോഴൊന്നും ആർക്കും ഒരു മാറ്റവും ഉണ്ടായില്ല, ആർക്കും ഒരു രൂപാന്തരവും ഉണ്ടായില്ല, ആർക്കും ഒരു ശുദ്ധീകരണവും ലഭിച്ചില്ല. എന്നാൽ അനുദപിച്ചപ്പോൾ, അവരുടെ അഹങ്കാരത്തെ ഒന്ന് മാറ്റിവെച്ചപ്പോൾ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ മുൻപാകെ കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ വഴികളാണ് ഏറ്റവും ഉയർന്നത്, ദൈവത്തിന്റെ വിചാരങ്ങളാണ് ഏറ്റവും ഉയർന്നത്, ശാശ്വതമായതും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സൗഖ്യവും ശുദ്ധീകരണവും ലഭിക്കുന്നത്. നിരവക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്രകാരം ഒരു സന്ദേശം ലഭിച്ചപ്പോൾ അവർ ദേശം മുഴുവൻ ഒന്നടങ്കം അനുദപിച്ച് നിലവിളിച്ചപ്പോഴാണ് ആ ദേശത്തിന് സൗഖ്യം ലഭിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ ദേശത്തിന് വേണ്ടി അനുദപിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അനുദപിക്കുമ്പോൾ എൻ്റെ സഹോദരന്റെ പാപങ്ങളും ദൈവം തമ്പുരാൻ ക്ഷമിക്കും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. കാരണം എന്തുവാ? ലോകത്തിലെ അകൃത്യങ്ങൾ നിമിത്തമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മളുടെ കുറവുകളെ ഏറ്റുപറയുവാനായിട്ട് വിശുദ്ധ കുർബാനയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ സത്യകുമ്പസാരം നടത്തി, കർത്താവേ, നീ എനിക്ക് കാണിച്ചു തന്നതായിട്ടുള്ള കുറവുകളെ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും അഹങ്കരിച്ചത് എൻ്റെ സമ്പാദ്യത്തിലാണ്, ഞാൻ ഇതുവരെയും അഹങ്കരിച്ചത് എൻ്റെ വലിയ വിജയങ്ങളെ ഓർത്താണ്, എൻ്റെ മക്കളെ ഓർത്താണ് ഞാൻ അഹങ്കരിച്ചത്, എൻ്റെ മാതാപിതാക്കൾ ഉയർന്ന പദവിയിലായിരിക്കുന്നു, അതോർത്താണ് ഞാൻ ഇതുവരെയും അഹങ്കരിച്ചത്, എൻ്റെ കരുത്തിലാണ് ഞാൻ ഇതുവരെയും അഹങ്കരിച്ചത്. എങ്കിൽ ദൈവം തമ്പുരാനെ, ഞാൻ ഒന്നുമല്ല, ഞങ്ങളുടെ ദേശം ഒന്നുമല്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. ദൈവം തമ്പുരാനെ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവം തമ്പുരാനെ, നീ ഞങ്ങളോട് മനസ്സറിവ് തോന്നണം. സത്യ അനുതാപത്തോടു കൂടിയായിരിക്കും. തീർച്ചയായിട്ടും നിനുവേക്കാരുടെ മാനസാന്തരത്തെ കൈക്കൊണ്ടതുപോലെ അവർക്ക് വരുത്തുവാനിരുന്ന കോപത്തെ ഓർത്ത് ദൈവം തമ്പുരാൻ അനുദപിച്ചെങ്കിൽ, ദൈവം തമ്പുരാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ, ദൈവം തമ്പുരാന്റെ ഹൃദയത്തിൽ അത് തട്ടിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ഇന്ന് ദേവാലയത്തിലായിരിക്കുമ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സത്യത്തോടു കൂടി വേണം. ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യം വേണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ പുറമേയുള്ള ഇതൊന്നുമല്ല കാണേണ്ടത്, പിന്നെ എൻ്റെ ഹൃദയത്തെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും സൗഖ്യം നൽകും. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു മുഖാന്തരമായി തീരണം. എൻ്റെ സഹോദരന്റെ മാനസാന്തരത്തിന് ഞാനൊരു മുഖാന്തരമായി തീരണം. എന്നെ കണ്ട് പറയണം, അവനെ പോലെ എനിക്ക് ആയിത്തീരണം. അവൻ അനുഭവിക്കുന്ന അനുഗ്രഹവും എനിക്കും ലഭിക്കണം. ഈ ബാലിക അവൾ അനുഭവിച്ച ആ ദൈവത്തെ അവൾക്ക് മാത്രമായി ഒതുക്കി വെച്ചില്ല. അവൾ ചെന്നെത്തിയ ദേശത്ത് ആ ദൈവത്തെ കുറിച്ച് അവൾ പറഞ്ഞു. എൻ്റെ സഹോദരനോട് പറയുവാനായിട്ട് സാധിക്കും, സഹോദര, നീ ദൈവ മുൻപാകെ കടന്നു ചെന്ന് നിന്റെ പാപങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരുമുമ്പാകെ നീ ഒന്ന് വിനയപ്പെടുവാണെങ്കിൽ, നിനക്കും ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹം നിനക്കും ലഭിക്കും. എൻ്റെ ദൈവത്തിന് സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കും. ആ സാക്ഷ്യം ഒന്ന് നൽകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുള്ളൂ. എൻ്റെ സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് സമയം തന്നത് അതിക്രമിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രിൻസസിന് മാത്രം എൻ്റെ ജീവിതത്തെ കുറിച്ച് അറിയാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പിതാവാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുവാനായിട്ടുള്ള കാരണം, ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വിവാഹ സമയത്താണ് എൻ്റെ പിതാവിന് വലിയ ഒരു ബ്രെയിൻ ഹെമറേജ് വന്നിട്ട് സ്ട്രോക്ക് ആയിട്ട്
എൻ്റെ വിവാഹത്തിന് എൻ്റെ പിതാവ് സംബന്ധിച്ചത് പോലുമില്ല. കല്യാണത്തിന്റെ 2 ദിവസം മുൻപേ ആണ് പിതാവിന് ഇപ്രകാരം ഒരു ഹെമറേജ് സംഭവിച്ചിട്ട് ഒരു ഓപ്പൺ ബ്രെയിൻ സർജറി നടത്തി ഒരു ടൈറ്റാനിക് ക്ലിപ്പ് ഇടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു. ഞാൻ വളരെയേറെ പ്രയാസത്തിലായി, പ്രതിസന്ധിയിലായി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണം. എന്നാൽ അബോധാവസ്ഥയിൽ, ഒന്നും അറിയാത്ത അവസ്ഥയിൽ, മെഡിക്കേഷന്റെ സെഡേഷന് എൻ്റെ പിതാവ്, ഞാൻ പിതാവിന്റെ കയറുകളെ പിടിച്ചപ്പോൾ അബോധാവസ്ഥയിൽ പറയുകയാണ് ഹല്ലേലൂയ എന്നാണ് എൻ്റെ പിതാവ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ എപ്രകാരമാണ് അത് പറയാനായിട്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞത് ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുകയാണ്. അബോധാവസ്ഥയിൽ കടക്കുന്ന പിതാവാണ്. എന്തുവാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ കൊട്ടിയം ഹോളി ക്രോസിൽ വെച്ച് പറയുമ്പോൾ അവർ പറഞ്ഞു ഒരു രക്ഷയുമില്ല, മരിച്ചു പോകും, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. കിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു 10%, 20% ചാൻസ് തരാം. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളല്ല പ്രവർത്തിക്കേണ്ടത്, പിന്നെ ആരാണ്? ദൈവം തമ്പുരാനാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വലിയ ഒരു സാക്ഷ്യമാണ് ആ ഡോക്ടറിൽ നിന്നും എനിക്ക് ലഭിച്ചത്. എനിക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? അത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയാണ് ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്തത്. ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എൻ്റെ മാതാവ് ICUലേക്ക് കടന്നു ചെന്നപ്പോൾ, ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത്, ഞാനും ഉണ്ടായിരുന്നു, പറഞ്ഞത് ഇനി പിതാവ് നടക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ലെഫ്റ്റ് സൈഡ് തളർന്നു പോയി, ഒരു രക്ഷയുമില്ല, നടക്കത്തില്ല എന്നതാണ് തീർത്തും പറഞ്ഞത്. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അനേകരുടെ പ്രാർത്ഥനകൾ കാരണം പ്രിൻസച്ചനൊക്കെ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് വലിയ സപ്പോർട്ട് നൽകിയതാണ്. ഒരു പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിന്റെ തിരുമുമ്പാകെ ഞങ്ങൾക്ക് ഒന്നുകൂടി വിനയപ്പെടുവാനായിട്ടുള്ള, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്തൊക്കെയോ ആണെന്നുള്ള വലിയ അഹങ്കാരത്തിലായിരുന്നു ഞങ്ങൾ. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ആ വലിയ സംഭവത്തോടു കൂടി, ആ വലിയ സാക്ഷ്യത്തോടു കൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒന്നുമല്ല, ദൈവത്തിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലായി. ഈ പറഞ്ഞ തളർന്നു പോയി എന്ന് പറഞ്ഞ എൻ്റെ പിതാവ് 2ാമത്തെ ദിവസം എൻ്റെ മാതാവ് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അച്ഛൻ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു, പിടിച്ച് നടത്തി എന്ന് പറഞ്ഞു. ബാലൻസിങ് ഒക്കെ കുഴപ്പമുണ്ട്, എങ്കിൽ പോലും പിതാവിന് നടക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു.